പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ 1-2 ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. കാരണം വീഡിയോസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തന്നെ എഴുതിയിട്ട് മറ്റൊരു തരത്തിലും സ്നേഹം സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും ഇന്ന് അറിയിക്കുന്നുണ്ട്. എൻ്റെ സ്നേഹം, നമ്മുടെ സ്നേഹം സോഷ്യൽ മീഡിയയിൽ ഏകദേശം 7000-ലധികം ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം. മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയും. നമ്മുടെ നാടിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അത് ഏത് തരത്തിലയക്കാനാലും ഞാൻ പറയും, ഇനിയും പറയും. പിന്നെ നമ്മുടെ കേരളത്തിലിപ്പോൾ ഒരു 21 ദിവസത്തിന് മേലെയായിട്ട് ഏറ്റവും നല്ലൊരു മയക്കുമരുന്ന് വേട്ട അല്ലെങ്കിൽ ലഹരി വേട്ട എന്ന് പറഞ്ഞത് തൂഫാനായിട്ടും തണ്ടറായിട്ടും ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ കേരള പോലീസിനെയും കേരള എക്സൈസിനെയും അത്രയും അധികം നമ്മൾ അവർക്ക് എന്താണ് പറയേണ്ടത്, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കേരള പോലീസിൽ ചില നികൃഷ്ട ജീവികളുണ്ട്. അതിലിപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ അതുവഴിയേ നമുക്ക് ശരിയാക്കാം. പക്ഷേ ഉള്ളതിൽ നല്ല എത്രയോ നല്ല പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും കേരളത്തിലുണ്ട്. 100% അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാ വണ്ടികളും പിടിച്ചു നിർത്തി നമുക്കൊരു കാലത്തും ഒരു എക്സൈസിൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ കാര്യങ്ങളിൽ അവർക്ക് കൂടുതലായിട്ട് ഈ മയക്കുമരുന്നിൻ്റെ ഈ വണ്ടികൾ മുഴുവനും പിടിച്ചു നിർത്തിയിട്ട് ഒരു കാലത്ത് ചെയ്യാൻ പറ്റില്ല. അത് വാസ്തവമാണ്. അപ്പോൾ പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത് സത്യമാണ്, ഏറ്റവും വലിയ സത്യമാണത്. ഈ പിടിക്കപ്പെടുന്ന സാധനത്തിനേക്കാൾ കൂടുതൽ സാധനം ഇവിടെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതേപോലെ രമേശ് ചെന്നിത്തലയും, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കേരള സർക്കാരും അതുപോലെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനായിട്ടും കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, കമ്മ്യൂണിറ്റി തലത്തിൽ ഒരു പഞ്ചായത്ത് പല കാര്യങ്ങൾ ഇതിലെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ട ഒരു ടൈമാണിപ്പോൾ. ഈ സമയത്ത് ഇനിയും നമ്മൾ ഇതിൽ മുടക്കം നിൽക്കാൻ പറ്റില്ല. വളരെ ശക്തമായിട്ട് തന്നെ ഇതിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഇത്രയും വലിയ കണ്ണികൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. കാരണം ഇതിൽ പോലീസുകാർക്ക്, കേരള പോലീസിന് വേണ്ടത്, കേരള എക്സൈസിന് വേണ്ടത് ഡോഗ് സ്ക്വാഡ് വേണം, അതുപോലെ മൊബൈൽ സ്കാനർ. അതുപോലെ നമ്മൾ ആദ്യം പറയുന്ന കാര്യമാണ് ഓരോ ചെക്ക് പോസ്റ്റുകളും തെർമൽ സ്കാനർ. ഇത് നമ്മൾ ഇപ്പം വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. ഒരാളൊരു മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അവനെ അവിടെ അസാധുവാക്കുന്ന പരിപാടിയുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കിക്കൂടാ? അങ്ങനെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കണം. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഈ ഇന്നലെ പിടിച്ച് 3.5 കിലോ, മെന്നാന്ന് പിടിച്ച് 4.5 കിലോ അതൊന്നുമല്ല. കറക്റ്റായിട്ട് ഇവിടെ ഇനിയും ഒരാളെ പിടിക്കുമ്പോൾ ഒരാൾക്ക് പകരം 10-15 ആൾക്ക് സാധനം ഇവിടെ ഇറങ്ങുന്നുണ്ട്. അത് കേരള പോലീസിനും കേരള എക്സൈസിനും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം പോലീസിനായാലും എക്സൈസിനായാലും നമ്മൾ ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ കണ്ണികൾ ഇല്ലാതാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു കാലത്തും ഇതിനെ പിടിച്ചാൽ കിട്ടില്ല. 2-3 ദിവസമായിട്ട് ഓരോ ആൾക്കാരുടെ ഡിപ്രഷൻ നമ്മൾ കാണുന്നുണ്ട്, വാർത്തയിലൂടെയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ നിന്നല്ല കാണാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളെ മക്കൾ നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ നിയമപാലകരോട് അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കേരള പോലീസിനും കേരള എക്സൈസിനും പൂർണ്ണ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.